ഹലോ ഫ്രണ്ട്സ്, അബീസ് ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. അൺബോക്സിംഗ് വീഡിയോ എന്നാൽ രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. രക്തസമ്മർദ്ദം അളക്കുന്ന ഉപകരണം അൺബോക്സ് ചെയ്യുമ്പോൾ നിങ്ങൾ തീർച്ചയായും രക്തസമ്മർദ്ദത്തെപ്പറ്റിയും രക്തസമ്മർദ്ദം ഉണ്ടാകാനുള്ള കാരണത്തെപ്പറ്റിയും രക്തസമ്മർദ്ദം നമ്മളുടെ ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനങ്ങളെപ്പറ്റിയും നിർബന്ധമായും അറിഞ്ഞിരിക്കണം. അത്തരം കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ആദ്യമായി പറഞ്ഞു തരുന്നത്. എന്താണ് നമ്മുടെ ശരീരത്തിൽ രക്തസമ്മർദ്ദം എന്ന മാരക രോഗം ഉണ്ടാകാനുള്ള കാരണം? നിങ്ങളുടെ കയ്യിൽ 1 കോടി രൂപ ഉണ്ടെന്ന് കരുതുക. അതിൽ നിന്ന് ആരെങ്കിലും ഒരു 10,000 രൂപ തട്ടിയെടുത്തു. നിങ്ങൾ എന്ത് ചെയ്യും? ബാക്കിയുള്ള തുക കളയുമോ? അത് ഉപേക്ഷിക്കുമോ? ഇല്ലല്ലോ. പക്ഷേ നമ്മുടെ ഒരു ദിവസം നമുക്ക് 960 മിനിറ്റുകളുണ്ട്. നമുക്ക് ഉപയോഗപ്രദമായ 960 മിനിറ്റുകൾ നമുക്ക് ഒരു ദിവസമുണ്ട്. ആ 960 മിനിറ്റിൽ നിന്ന് ഏതാനും മിനിറ്റുകൾ ആരെങ്കിലും അവരുടെ തെറ്റായ പെരുമാറ്റം കൊണ്ടോ സംസാരം കൊണ്ടോ അപഹരിച്ചാൽ നാം എന്തു ചെയ്യും? ബാക്കിയുള്ള സമയം മുഴുവൻ ആ ഏതാനും നിമിഷം മറ്റൊരാൾ നമ്മളിൽ നിന്ന് അപഹരിച്ചെടുത്ത ഏതാനും നിമിഷത്തിൻ്റെ പേരിൽ ഒരു ദിവസം മുഴുവൻ അല്ലെങ്കിൽ മാസങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ കളയും. അഥവാ ജീവിതം തന്നെ നശിക്കാൻ ആവശ്യമായ രക്തസമ്മർദ്ദം ഉണ്ടാക്കിയെടുക്കും. ഈ രക്തസമ്മർദ്ദം ഉണ്ടാകുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ പല അവയവങ്ങൾക്കും മാരകമായ പ്രയാസങ്ങളുണ്ടാക്കും. ഉദാഹരണത്തിന് ഹൃദയത്തിൻ്റെ ധമനികൾ രക്തസമ്മർദ്ദം കൊണ്ട് കഠിനമാവുകയും നമ്മുടെ ഹൃദയാഘാതത്തിനത് കാരണമാകും. അതുകൂടാതെ കിഡ്നികൾ, രക്തസമ്മർദ്ദം ഏറ്റവും വേഗത്തിൽ ബാധിക്കുന്ന 2 അവയവങ്ങളാണ് കിഡ്നികളിലെ നെഫ്രോൺസിൻ്റെ ദ്വാരം വലുതാകുകയും അതിലൂടെ നമ്മളെ കിഡ്നി ഇല്ലാത്തവരാകുകയും മരണത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യും. അതേപോലെ തന്നെയാണ് ഹൃദയത്തിൻ്റെ വാൽവ് പെട്ടെന്ന് നശിക്കാൻ രക്തസമ്മർദ്ദം കാരണമാകും. അതുകൊണ്ട് നമുക്ക് പ്രശ്നങ്ങളുണ്ടാക്കുന്നവരെ നമ്മുടെ ജീവിതത്തിൽ രക്തസമ്മർദ്ദം അധികരിക്കാൻ കാരണമുണ്ടാക്കുന്ന വ്യക്തികളെ നാം അവോയ്ഡ് ചെയ്യുകയാണ്, ഒഴിവാക്കുകയാണ് വേണ്ടത്. അല്ലാതെ നമ്മുടെ ജീവിതം നാം അതിലൂടെ നശിപ്പിക്കാൻ ഒരിക്കലും പാടില്ല. അതേപോലെ തന്നെ മദ്യപാനം രക്തസമ്മർദ്ദം ഉണ്ടാക്കുന്ന ഒരു കാരണമാണ്. രക്തസമ്മർദ്ദം കുറയ്ക്കാൻ വളരെ ഉപകാരപ്രദമായ ഒരു കാര്യമാണ് വിയർക്കുക എന്നത്. നമ്മുടെ ശരീരത്തിലുള്ള ഉപ്പിൻ്റെ അംശം കളയുന്നത് രക്തസമ്മർദ്ദം കുറയാൻ ഒരു കാരണമാണ്. ഉപ്പിൻ്റെ അംശം കുറയാൻ വേണ്ടി നാം ഉച്ചനേരങ്ങളിൽ നടന്നാൽ അല്ലെങ്കിൽ അല്പം ചൂടുള്ള സമയത്ത് നടന്നാൽ ശരീരം നന്നായി വിയർക്കുകയും രക്തസമ്മർദ്ദം കുറയുകയും ചെയ്യും. ഞാനിവിടെ നിങ്ങൾക്ക് രക്തസമ്മർദ്ദം മെഷർ ചെയ്യാനുള്ള ഉപകരണം ഒന്ന് പരിചയപ്പെടുത്താം. രക്തധമനികളിലൂടെ ഒഴുകുന്ന രക്തം ധമനികളുടെ ഭിത്തിയിൽ ലംബമായി ചെലുത്തുന്ന മർദ്ദമാണ് രക്തസമ്മർദ്ദം അഥവാ ബ്ലഡ് പ്രഷർ. ഇത് രക്തത്തിൻ്റെ സുഗമമായ പ്രവാഹം ഉറപ്പുവരുത്തുന്നു. ഹൃദയത്തിൻ്റെ ഇടത്തെ വെർട്ടിക്കൽ അറ സങ്കോചിച്ച് രക്തത്തെ ധമനിയിലേക്ക് തള്ളിവിടുമ്പോഴുണ്ടാകുന്ന രക്തമർദ്ദത്തെ സിസ്റ്റോളിക് രക്തമർദ്ദമെന്നും ഹൃദയം വികസിച്ച് രക്തം നിറയുമ്പോൾ ഉണ്ടാകുന്ന ധമനി മർദ്ദത്തെ ഡയസ്റ്റോളിക് മർദ്ദമെന്നും വിളിക്കുന്നു. രക്തസമ്മർദ്ദം പൊതുവെ സ്ഫിഗ്മോമീറ്റർ എന്ന ഉപകരണത്തിൻ്റെ സഹായത്തോടെയാണ് അളക്കുന്നത്. ആരോഗ്യവാനായ ഒരാളിൽ രക്തസമ്മർദ്ദം 120/70 മില്ലിമീറ്റർ മെർക്കുറി എന്ന് സൂചിപ്പിക്കുന്നു. ഇതിൽ 120 മില്ലിമീറ്റർ മെർക്കുറി എന്നത് സിസ്റ്റോളിക് രക്തസമ്മർദ്ദത്തെയും 70 മില്ലിമീറ്റർ മെർക്കുറി എന്നത് ഡയസ്റ്റോളിക് രക്തസമ്മർദ്ദത്തെയും സൂചിപ്പിക്കുന്നു. കുട്ടികളിൽ രക്തസമ്മർദ്ദം 80/60 മില്ലിമീറ്റർ മെർക്കുറി ആയിരിക്കുമ്പോൾ പ്രായപൂർത്തിയായവരിൽ ഇത് 130/85 മില്ലിമീറ്ററാണ്. പ്രായം കൂടുന്നതിനനുസരിച്ച് സിസ്റ്റോളിക് മർദ്ദം ഉയർന്ന് 140 മെർക്കുറി വരെയാകാം. രക്തസമ്മർദ്ദം 140/90 മുകളിലായാൽ രക്തസമ്മർദ്ദം 140/90 മുകളിലായാൽ അത് ഉയർന്ന രക്തസമ്മർദ്ദം അഥവാ രക്താതിമർദ്ദം അഥവാ ഹൈപ്പർ ടെൻഷൻ എന്നറിയപ്പെടുന്നു. സിസ്റ്റോളിക് മർദ്ദവും ഡയസ്റ്റോളിക് മർദ്ദവും ഉയർന്നിരിക്കുന്ന
അവസ്ഥയും സിസ്റ്റോളിക് മർദ്ദവും ഡയസ്റ്റോളിക് മർദ്ദവും ഉയർന്നിരിക്കുന്ന അവസ്ഥയും സിസ്റ്റോളിക് മർദ്ദം മാത്രം ഉയർന്നിരിക്കുന്ന അവസ്ഥയും അമിത രക്തസമ്മർദ്ദമായി പരിഗണിക്കപ്പെടുന്നു. മദ്യം, മാനസിക സമ്മർദ്ദം, പ്രായക്കൂടുതൽ എന്നിവ രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങളാണ്. നിരവധി രോഗാവസ്ഥകളിൽ രക്തസമ്മർദ്ദത്തിന് ഏറ്റക്കുറച്ചിൽ ഉണ്ടാകാറുണ്ട്. അതിനാൽ തന്നെ ഹൃദയവൈകല്യങ്ങളുടെ മുഖ്യ സൂചകമായി രക്തസമ്മർദ്ദത്തെ നാം കാണിക്കുന്നു. ഇനി നിങ്ങൾക്ക് രക്തസമ്മർദ്ദം അളക്കുന്ന ഉപകരണം പരിചയപ്പെടാം. സുഹൃത്തുക്കളെ, ഇതാണ് രക്തസമ്മർദ്ദം അളക്കുന്ന ഉപകരണം. ഇത് അൺബോക്സ് ചെയ്ത് ഇത് ഉപയോഗിച്ച് എങ്ങനെയാണ് രക്തസമ്മർദ്ദം അളക്കുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഈ ഉപകരണത്തിൻ്റെ പേര് VERBY വെർബി എന്ന പുതിയൊരു കമ്പനിയുടേതാണ് ഈ ഉപകരണം. ഈ ഉപകരണം ഉപയോഗിച്ച് നമുക്ക് രക്തസമ്മർദ്ദം ഏകദേശമെല്ലാം കൃത്യമായിട്ട് അളക്കാം. മാത്രമല്ല ഇതിന് വില വളരെ കുറവാണ്. നിങ്ങൾ ഈ രക്തസമ്മർദ്ദം അളക്കാൻ നമ്മൾ ഉപയോഗിക്കേണ്ട ചില മെത്തേഡുകളുണ്ട്. ആ മെത്തേഡുകൾ ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ ഉപകരണത്തിൻ്റെ പലരും നമുക്ക് പരിചയത്തിന് വാങ്ങിയിട്ടുണ്ട്. ഈ ഉപകരണത്തിൻ്റെ കൂടെ 4 ബാറ്ററി ഉണ്ട്. അതോടൊപ്പം തന്നെ ഇതിന് ഒരു മെഷറിംഗ് യൂണിറ്റ് ഉണ്ട്. ഇത് അങ്ങനെ ഉപയോഗിക്കുന്ന കയ്യിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഭാഗമാണ് ഉപയോഗിക്കുന്നത്. അതുകൂടാതെ ഇതിന് മൊബൈലിൻ്റെ ചാർജർ ഉപയോഗിച്ച് ചാർജ് ചെയ്യാൻ പറ്റുന്നൊരു കണക്ഷൻ ഉണ്ട്. മൊബൈലിൻ്റെ ചാർജ് ഉപയോഗിച്ച് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ്. മൊബൈലിൻ്റെ കണക്ഷൻ ഉപയോഗിച്ചിട്ട് മൊബൈൽ ചാർജർ ഉപയോഗിച്ചിട്ട് ഈ ഉപകരണം നമുക്ക് ചാർജ് ചെയ്യാൻ കഴിയുന്നതാണ്. പിന്നെ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ വ്യക്തമായി കാണിച്ചാൽ ഇത് വളരെ പ്രാധാന്യമുള്ള കാര്യമല്ല. ഇത് രക്തസമ്മർദ്ദം അളക്കാൻ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നതാണ് ഇതിൻ്റെ പ്രാധാന്യമുള്ള കാര്യം. നിങ്ങളത് ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കും. നല്ലൊരു കേബിളാണ് ഇതിൻ്റെ കൂടെ കിട്ടിയത്. ഇതിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ കവർ ഒരു പ്രത്യേക ഇതാണെങ്കിൽ നല്ല കേബിളാണ്. ഈ കേബിൾ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, മൊബൈൽ ചാർജറിൽ നിന്നും ഈ ഉപകരണം നമുക്ക് ചാർജ് ചെയ്തെടുക്കാം. ചാർജ് ചെയ്യാൻ നിങ്ങൾക്ക് സാധാരണ ചാർജറെല്ലാം ഉപയോഗിച്ച് ചെയ്യുന്നത് പോലെ നിങ്ങൾ ചാർജ് ചെയ്താൽ മതി. അന്നിവിടെ കാണിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ടെസ്റ്റ് ചെയ്യുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇതാണ്. ഇനി അതിൻ്റെ കൂടെ ബാറ്ററി ഉണ്ട്. ആ ബാറ്ററി നമ്മൾ ഇതിൻ്റെ ഉപകരണത്തിൻ്റെ ഉള്ളിലേക്ക് നിക്ഷേപിക്കണം. ഇതിനൊരു കവറുണ്ട്. ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരു കവറുണ്ട്. പിന്നെ കൂടാതെ കാറ്റലോഗ് ഉണ്ട്. എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യത്തെ പറ്റി കാറ്റലോഗ് പറയുന്നുണ്ട്. ആ കാറ്റലോഗ് കൂടാതെ ഒരു വാറണ്ടി കാർഡുണ്ട്. ഇത് ബ്ലഡ് പ്രഷർ മോണിറ്റർ യൂഷ്വൽ മാനുവൽ, ഇതേപോലത്തെ ഒരു യൂസർ മാനുവലുണ്ട്. അതുകൂടാതെ ഒരു വാറണ്ടി കാർഡുണ്ട്, ഇലക്ട്രോണിക് ബ്ലഡ് പ്രഷർ മോണിറ്റർ. ഇത് ഉപയോഗിച്ച് എങ്ങനെയാണ് ബ്ലഡ് പ്രഷർ ടെസ്റ്റ് ചെയ്യുന്നതെന്ന്, അതായത് രക്തസമ്മർദ്ദം പരിശോധിക്കുന്നതെന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കാം. ഇതിനായി നാം ബാറ്ററി ഇതിൻ്റെ യഥാർത്ഥ സ്ഥലത്ത് ഇൻസേർട്ട് ചെയ്യുക. ഇതിൻ്റെ കൂടെ കിട്ടിയ ഈ ഉപകരണം, അതായത് രക്തസമ്മർദ്ദം അളക്കേണ്ട ഈ ഉപകരണം നാം ഉപയോഗിക്കുക. ഇപ്പോഴാണ് നമ്മൾ എവിടെയാണ് കണക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഭാഗമുണ്ട്. ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, കണക്ട് ചെയ്യണം. ഈ ഉപകരണത്തിൻ്റെ ആ ഭാഗം നമ്മളിവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ ഈ ഉപകരണം ഓൺ ചെയ്യുകയാണ്. റിലാക്സ് ചെയ്യാനും മൂവ് ചെയ്യാതിരിക്കാനും ചലിക്കാതിരിക്കാനും വേണ്ടിയാണ് നമ്മോട് ഈ ഉപകരണം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇനി നാം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഭാഗമുള്ള വയർ ഇത് ഞാൻ ഒരിക്കൽ ഉപയോഗിച്ച് നോക്കിയിരുന്നു.
അത് ഉപകരണം ഞാൻ കണക്ട് ചെയ്യുന്നതിന് മുമ്പേ അത് മെഷർ ചെയ്യാൻ ആരംഭിച്ചു. അതുകൊണ്ടാണ് മെഷറിങ് എറർ എന്ന് പറയുന്നത്. ഇതാ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതാ ഇത് ഈ ഉപകരണം ഇങ്ങനെ വെച്ചിട്ട് കൈ ഇതാ ഇങ്ങനെ ഈ ഭാഗം, അതായത് ഈ പൈപ്പുള്ള ഭാഗം കൃത്യമായി മടിയിലോട്ട് കാണിക്കണം. ഓക്കെ, അതിനുശേഷം ഇതിങ്ങനെ വലിച്ച് ഇങ്ങനെ ടൈറ്റ് ചെയ്യുക. ഇവിടെയുള്ള ഈ ഞരമ്പിലേക്കാണ് ഇത് ഞരമ്പ് കണക്റ്റ് ആവുന്നത്. ഇനി നാം ഈ ഉപകരണം കണക്ട് ചെയ്യുക. ഇത് നന്നായിട്ട് ടൈറ്റ് ചെയ്താലേ ഇതിൻ്റെ മെഷർമെൻറ്റ് കൃത്യമായി ലഭിക്കുകയുള്ളൂ. ഈ ഉപകരണം നന്നായി ടൈറ്റ് ചെയ്താലേ ഇതിൻ്റെ മെഷർമെൻറ്റ് കൃത്യമായി ലഭിക്കുകയുള്ളൂ. ഞാൻ ഈ ക്യാമറ പിടിക്കുന്നതെല്ലാം കൂടി ആയതുകൊണ്ട് കുറച്ച് പ്രയാസത്തിലാണ് ഇത് ചെയ്യുന്നത്. ക്യാമറ ഇല്ലെങ്കിൽ ഇത്ര ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാമായിരുന്നു. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഞാനിങ്ങനെ കണക്ട് ചെയ്തു. കണ്ടോ, ഈ ഭാഗം അടിയിലോട്ടാക്കി, അതായത് നമ്മുടെ കൈയിൻ്റെ ഈ ഭാഗത്തേക്ക് വിരലിൻ്റെ ഭാഗത്തോട്ടാക്കി നാം ഇത് കണക്ട് ചെയ്തു. ഇവിടെയാണ് ഇതിൻ്റെ ഈ പൈപ്പിൻ്റെ ഭാഗം വരേണ്ടത്. അതിനുശേഷം നാം ഇത് റിലാക്സ് ചെയ്ത് സമാധാനമായി ഇരുന്നതിന് ശേഷം ഈ ഉപകരണത്തിന് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഒന്ന് ഓഫ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുകയാണ്. റീഡിങ് ആരംഭിച്ചു കഴിഞ്ഞാൽ ഞാനൊരു ബ്ലഡ് പ്രഷർ രോഗിയാണ്. എൻ്റെ എക്സ്പീരിയൻസ് അടിസ്ഥാനപ്പെടുത്തിയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. രക്തസമ്മർദ്ദമുള്ള രോഗിയും അതോടൊപ്പം തന്നെ മറ്റ് പ്രയാസങ്ങളും എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി മേടിച്ച ഈ ഉപകരണമാണിത്. ഒരുപക്ഷെ ഇപ്പോൾ രക്തസമ്മർദ്ദം ഹൈ ആണെന്ന് തോന്നുന്നു. കാണുക, വളരെ ഹൈ ഉള്ള സമയമാണ്. ഈ രക്തസമ്മർദ്ദം മനുഷ്യന് ഒരുപാട് ഉപദ്രവം ഉണ്ടാക്കുന്നതാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത പ്രശ്നങ്ങളുണ്ടാക്കും. കിഡ്നിയെ കേടുവരുത്തും, ഹാർട്ടിനെ കേടുവരുത്തും. അതോടൊപ്പം തന്നെ അപ്രതീക്ഷിതമായ മരണം നൽകുന്ന ഒരു രോഗമാണ് രക്തസമ്മർദ്ദം. അതുകൊണ്ട് ഏവരും രക്തസമ്മർദ്ദം ഒഴിവാക്കാനുള്ള മാർഗ്ഗങ്ങൾ ശ്രദ്ധിക്കുക. Diastolic pressure is 100. Pulse rate is 96. എൻ്റെ രക്തസമ്മർദ്ദം വളരെ ഹൈ ആണ്. കാരണം എൻ്റെ കിഡ്നിയുമായിട്ട് ഇതിന് പ്രശ്നം വന്നതുകൊണ്ട്, കിഡ്നിക്ക് പ്രശ്നം വന്നതുകൊണ്ട് രക്തസമ്മർദ്ദം എപ്പോഴും ഹൈ ആയിട്ടാണ് നിലനിൽക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ കാണാൻ കഴിയും. എൻ്റെ രക്തസമ്മർദ്ദം 180/300 ആണ്. അല്പസമയം ഗുളിക കുടിച്ചതിന് ശേഷം കുറച്ച് കഴിഞ്ഞാൽ അത് കുറഞ്ഞു വരും. ഇത്തരം രക്തസമ്മർദ്ദം ഒരാൾക്കും പാടില്ല. വളരെ ഡേഞ്ചർ കണ്ടീഷനാണ്. എങ്കിലും നിങ്ങൾക്ക് രക്തസമ്മർദ്ദം വരാതെ നിങ്ങൾ സൂക്ഷിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഷെയർ ചെയ്യുക. അത് അവർക്കൊരു സമ്മാനവും ഉപകാരവുമായിരിക്കും.